സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലൊരു അവിഭാജ്യ ഘടകമാണെന്നാണ് നമ്മൾ എൻ സി ആർ ടിനെ കുറിച്ച് പറയാറുള്ളത്. പക്ഷേ ഇതൊരു മിത്താണോ അല്ല ശരിക്കും നമ്മൾ എൻ സി ആർ ടി പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു എൻ സി ആർ ടി പഠിക്കണം എന്ന് പറയാൻ കാരണം? അങ്ങനെ എല്ലാവരും പഠിക്കേണ്ടതുണ്ടോ? ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം? എല്ലാ സബ്ജക്റ്റിൻ്റെതും പഠിക്കണോ? ഇങ്ങനെയുള്ള നിങ്ങളുടെ മനസ്സിലുള്ള കുറേ സംശയങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ക്ലിയർ ചെയ്യും. അതായത് ഈ ഒരു എൻ സി ആർ ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്കുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഈ ഒരു വീഡിയോയിലൂടെ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്ന എന്തിനാണ് ഈ ഒരു എൻ സി ആർ ടി പഠിക്കേണ്ടത്, ആരാണ് പഠിക്കേണ്ടത്, എല്ലാവരും പഠിക്കണോ, പഠിക്കണം എന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ഇതൊരു പഠിക്കണോ, അല്ല എനിക്ക് എൻ സി ആർ ടി സ്കിപ്പ് ചെയ്തുകൊണ്ട് സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇങ്ങനെ പഠിക്കുമ്പോൾ എല്ലാ വിഷയത്തിൻ്റെതും പഠിക്കണോ, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെ മാത്രം എടുത്ത് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങൾ. ഇൻ കേസ് ഞാൻ പഠിക്കുന്നില്ല, അത് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്, എന്താ സംഭവിക്കുക, മാക്സിമം പോയാൽ എന്താ സംഭവിക്കുക. അതുപോലെ തന്നെ പല ആൾക്കാർക്കുള്ള ഡൗട്ടാണ് പുതിയ എൻ സി ആർ ടി പഴയ എൻ സി ആർ ടി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു ഡൗട്ടും നമ്മൾ ക്ലിയർ ചെയ്യും. പിന്നെ എൻ സി ആർ ടി പഠിക്കുമ്പോൾ ഇങ്ങനത്തെ കേസ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സിലുള്ള എൻ സി ആർ ടിയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ ഇവിടെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം എൻ സി ആർ ടി എന്താണെന്ന് പറയാം. എൻ സി ആർ ടി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കരിക്കുലമാണ്. ഓക്കെ, അവരാണ് CBSE സിലബസ് പ്രകാരമുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പബ്ലിഷ് ചെയ്യുന്നത്. അത് നമ്മൾ 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടി പല ആൾക്കാരും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്തായി ഒരു എൻ സി ആർ ടിയുടെ ആവശ്യകത നമ്മൾ നോക്കാം. അപ്പോൾ നമുക്ക് ഇത് 2 കേസ് ബൈ കേസസിൽ എടുക്കാം, കാരണം ഇത് ഓരോരോ ആളുടെ സാഹചര്യം അനുസരിച്ച് ഇത് വാരി ചെയ്യും. നമുക്ക് ആദ്യം സാറ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് എടുക്കാം. അപ്പോൾ സാറ എന്ന് പറയുന്നത് UPSC സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ സാറയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ഓക്കെ, സാറ സ്റ്റേറ്റ് സിലബസിൽ, അതായത് കേരള സിലബസിൽ ആണ് 10th ക്ലാസ് വരെ പഠിച്ചത്. അതിനുശേഷം +2 സയൻസ് ആണ് എടുത്തത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആണ് പഠിച്ചത്. അതിനുശേഷം ഡിഗ്രിക്ക് BTech സിവിൽ എഞ്ചിനീയറിങ്ങോ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കലോ ഒരു BTech ആണ് പഠിച്ചത്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ സാറ നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോകുന്നില്ല, സെൽഫ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. സോ സാറ തീരുമാനിച്ചു ഞാൻ UPSC സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകണമെന്ന്. അപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടു എങ്ങനെയാണ് സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റി വെച്ച് തന്നെ തുടങ്ങാം, ലക്ഷ്മികാന്തിൻ്റെ സ്റ്റാൻഡേർഡ് ബുക്ക് അവൈലബിൾ ആണ്, അതുകൊണ്ട് പഠിച്ചു തുടങ്ങാമെന്ന് വെച്ചിട്ട് സാറ അങ്ങ് സ്റ്റാൻഡേർഡ് ബുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ വാങ്ങി എന്നിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങി. ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചാപ്റ്ററാണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്. അപ്പോൾ അതങ്ങ് പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ 1ാമത്തെ പേജിൽ തന്നെ, അല്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ 1ാമത്തെ പേജിൽ തന്നെ നമുക്കിങ്ങനെ റെഗുലേറ്റിംഗ് ആക്ട് അതുപോലെ തന്നെ അമെൻഡിങ് ആക്ട് ഒക്കെ കാണാൻ പറ്റുമോ. അപ്പോൾ മെല്ലെ ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ സാറയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ അവസ്ഥയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. കാരണം തോന്നിപ്പോവും വേണ്ടായിരുന്നു, ഇതെനിക്ക് പറ്റുന്ന പണിയല്ല എന്നുള്ളത്. അപ്പോൾ എന്താ സാറൊക്കെ ശരിക്കും പറ്റിയത്? സാറ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരാളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താ സാറൊക്കെ ശരിക്കും പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറക്ക് ഇതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഇല്ല. ഇന്ത്യൻ പൊളിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് ഒരു ബേസിക് ഐഡിയ ഇല്ല. 9ാം ക്ലാസ്സിലോ മറ്റോ ഈ ഒരു നിയമപാഠം എന്ന് പറയുന്ന ഒരു ബുക്ക് പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ, അതും പലപ്പോഴും ആൾക്കാർ സ്കിപ്പ് ചെയ്യാറാണുള്ളത്. അതല്ലാതെ മറ്റൊരു ഐഡിയയും ഇന്ത്യൻ പൊളിറ്റിയെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്കിലേക്ക്, നമുക്ക് അറിയാത്തൊരു വിഷയത്തിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ബുക്കിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് അത്യാവശ്യം ഒരു ബേസിക് വേണമല്ലേ, എന്താണ് ഈ സംഭവം, ഇത് എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ. അപ്പോൾ ആ ഒരു ബേസിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാത്ത ഒരു സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അത് ഇന്ത്യൻ പൊളിറ്റി ആയിക്കോട്ടെ, എക്കണോമി ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, ജിയോഗ്രഫി ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ സ്റ്റാൻഡേർഡ് ബുക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ബേസിക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ NCERT യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ സാറൊക്കെ ക്ലാസ് 6 NCERT സോഷ്യൽ സയൻസിലെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ കൂടി ഐഡിയ കിട്ടും. 6 കഴിഞ്ഞ് 7, 8, 9 അങ്ങനെ പോയി കഴിയുമ്പോൾ കുറേ കൂടി ബെറ്റർ ആയിട്ട് ഐഡിയ കിട്ടും. അതിനുശേഷമാണ് ഇന്ത്യൻ പൊളിറ്റിയുടെ ലക്ഷ്മികാന്ത് എടുത്ത് വായിക്കുന്നെങ്കിൽ സാറ ഇതേപോലെ ഫെഡപ്പ് ആവില്ല. അപ്പോൾ സാറയുടെ കേസ് മനസ്സിലായില്ലേ? അപ്പം നിങ്ങളും ഇതേപോലൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടോ മറ്റേതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുവാണ്, നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ്, നിങ്ങൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് അത് നിങ്ങൾക്ക് ബേസിക് ഐഡിയ ഒന്നും ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആണെങ്കിൽ നിർബന്ധമായും NCERT വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുക എന്നുള്ളത്. ഇനി നമുക്ക് അടുത്തൊരാളെ എടുക്കാം. ഇവിടെ മനുവിനെ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. മനു 10ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസ് ആണ്, പക്ഷേ +2ന് സയൻസിന് പകരം ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്. ഡിഗ്രി BA പൊളിറ്റിക്കൽ സയൻസ് ആണ് എടുത്തത്. സ്വാഭാവികമായിട്ടും BA പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ ഇന്ത്യൻ പൊളിറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഇന്ത്യൻ ഭരണഘടനയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മനുവും സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. മനു NCERT വായിക്കണോ എന്നുള്ളതൊരു ചോദ്യമാണല്ലേ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ, സാറയുടെ കേസിൽ സാറക്ക് ഇന്ത്യൻ പൊളിറ്റി ഒരു ഐഡിയ ഇല്ല.
പക്ഷെ ഇവിടെ മനുവിന് പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ഐഡിയ പൊളിറ്റീനെ സംബന്ധിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനു അത് വായിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു സംശയം വരുമ്പോൾ ഇവിടെ 3 കേസുകളുണ്ട്. ഒന്നാമത്തെ കേസ്, മനുവിന് അത്യാവശ്യം ബേസിക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മനു ഈ NCERT വായിക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ മനുവിന് നേരെ ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് തുടങ്ങാം. കാരണം മനു അതേപോലെ ഫെഡപ്പ് ആവില്ല. കാരണം മനുവിന് അത്യാവശ്യം ബേസിക്സ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ റെഗുലേറ്റിംഗ് ആക്റ്റും അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചൊക്കെ അത്യാവശ്യം മനു അവൻ്റെ ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇൻ കേസ് മനു പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിച്ചത്, പക്ഷെ ഒരു ബേസിക്കും ഇല്ല എന്നാണ് മനുവിന് തോന്നുന്നതെങ്കിൽ മനു നിർബന്ധമായിട്ടും സാറ ചെയ്തതുപോലെ NCERT എടുത്ത് പഠിക്കുകയും വേണം. അപ്പോൾ ഇതാണ് നോർമൽ കേസ് അല്ലേ. അപ്പോൾ നിങ്ങൾ എക്കണോമി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണെങ്കിൽ എക്കണോമിയുടെ കേസിലും ഇതേപോലെ തന്നെയാണ്. എന്താ, നിങ്ങൾ എക്കണോമി പഠിക്കുമ്പോൾ NCERT പഠിക്കണമെന്നൊന്നുമില്ല. നേരെ നിങ്ങൾക്ക് രമേശ് സിംഗിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് പഠിക്കാവുന്നതാണ്, നോ ഇഷ്യൂസ്, നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക്സ് ഉണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് വരുന്നത് വെച്ചാൽ UPSC ചില ചോദ്യങ്ങൾ നമ്മളുടെ ഈ ഒരു NCERT നിന്ന് ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ NCERT നിന്ന് ഡയറക്റ്റ് ചോദ്യം വരുമ്പോൾ നമ്മളുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ആ ചോദ്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ചില വിഷയങ്ങളിൽ പ്രിലിംസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത്തരം സബ്ജക്റ്റുകളിൽ നമ്മൾ NCERT നിർബന്ധമായും വായിച്ചിരിക്കണം. അത് ഏതൊക്കെയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഇതിൽ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ NCERT പഠിക്കണോ പഠിക്കണ്ടയോ എന്നുള്ളതിൻ്റെ മേലെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുന്നിരിക്കും. നിങ്ങൾക്ക് ബേസിക് ഐഡിയ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്, നിങ്ങൾക്ക് നേരെ സ്റ്റാൻഡേർഡ് ബുക്കിലേക്ക് പോകാൻ പറ്റുവാണെങ്കിൽ നേരെ സ്റ്റാൻഡേർഡ് ബുക്കിലേക്ക് പോവാം. ചില വിഷയങ്ങളിൽ മാത്രം പ്രിലിംസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും, അതായത് NCERT നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും. അത്തരം സബ്ജക്റ്റുകളിൽ NCERT വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ NCERTയും വായിക്കണോ? എല്ലാ NCERTയും നമുക്ക് വേണ്ട. ഹിസ്റ്ററിയുടേത് ക്ലാസ് 6 to 12 നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ ഹിസ്റ്ററിയുടെ ആൻഷ്യൻ്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ പോർഷൻ ഉണ്ട്, 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും, പിന്നെ തീംസ് ഇൻ ഇന്ത്യ ഹിസ്റ്ററി 1ഉം 2ഉം. ഇതിൽ നിന്നും ഡയറക്റ്റ് UPSC ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ പ്രിലിംസിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിസ്റ്ററിയിൽ നിങ്ങൾ എന്തായാലും ആൻഷ്യൻ്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ NCERTs വായിക്കണം. ആർട്ട് ആൻഡ് കൾച്ചറിനും NCERTs നിർബന്ധമായി വായിക്കണം. കാരണം ഇതിന് വേറെ സ്റ്റാൻഡേർഡ് ബുക്കൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ആർട്ട് ആൻഡ് കൾച്ചറിന് പ്രധാനമായിട്ടും NCERT ക്ലാസ് 11 ആണ് യൂസ് ചെയ്യുന്നത്. പൊളിറ്റിയുടെ കേസ് ക്ലാസ് 6 മുതൽ 12 വരെയുള്ള പൊളിറ്റിയിൽ എല്ലാം നമുക്ക് അത്യാവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പൊളിറ്റിയിൽ അത്യാവശ്യം ബേസിക്സ് ഉണ്ടെങ്കിൽ ലക്ഷ്മികാന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി. NCERT വായിക്കാൻ പോകണമെന്നേ ഇല്ല. അതിൽ തന്നെ ഒരു പേപ്പർ ഉണ്ട്, പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് ക്ലാസ് 12. അപ്പോൾ ആ ഒരു ബുക്ക് മാത്രമേ നിങ്ങളൊന്ന് റെഫർ ചെയ്യണ്ടൂ. UPSC 1-2 ചോദ്യങ്ങൾ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. മറ്റ് നിങ്ങൾ നേരെ NCERT പഠിച്ചാൽ മതി, ലക്ഷ്മികാന്ത് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ബേസിക്സ് ഉണ്ടെങ്കിൽ. ബേസിക്സ് ഇല്ല എങ്കിൽ NCERT വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ഇൻ കേസ് ജിയോഗ്രഫിയുടെ കേസിൽ നമ്മൾ വേറെ സ്റ്റാൻഡേർഡ് ബുക്കുകളൊന്നും കാര്യമായിട്ട് റെഫർ ചെയ്യില്ല. GC ലിയോങ്ങിൻ്റെ വേൾഡ് ജിയോഗ്രഫി മാത്രമാണ് റെഫർ ചെയ്യുന്നത്. മറ്റുള്ളത് NCERT തന്നെയാണ്. അപ്പോൾ ക്ലാസ് 6 to 12 NCERT ജിയോഗ്രഫിക്ക് മസ്റ്റ് ആണ്. അത് ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്കായിട്ട് യൂസ് ചെയ്യുന്നത്. എക്കണോമിയുടെ കേസിൽ നിങ്ങൾക്ക് ബേസിക്സ് ഉണ്ടെങ്കിൽ എക്കണോമി നിങ്ങൾക്ക് രമേശ് സിംഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് 9 മുതലുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ് ചാപ്റ്റേഴ്സ് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് +1. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളത് രമേശ് സിംഗിൽ നിന്ന് തന്നെ കണ്ടന്റ് സഫീഷ്യൻ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ സൊസൈറ്റിയുടെ കേസിലും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കേസിലൊക്കെ നമ്മൾ വളരെ ചെറിയ ഏരിയാസ് ആണ് കവർ ചെയ്യുന്നതായിട്ടുള്ളത്. അത് സെലക്റ്റീവ് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ മാത്രം NCERT നിന്ന് പഠിച്ചാൽ മതി. അപ്പോൾ NCERT എന്ന് പറയുമ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ട് വരുന്നത്. അതിൽ തന്നെ നിർബന്ധമായും പഠിക്കേണ്ട NCERTs ഏതൊക്കെയാണെന്നും ചിലത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പഠിച്ചാൽ മതിയെന്നും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി കുറേ ആൾക്കാർക്കുള്ള മറ്റൊരു ഡൗട്ടാണ്, പഴയ NCERT വേണോ പുതിയ NCERT വേണോ? ഓർത്ത് വെക്കുക, ഈ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ പ്യുവർലി ഹിസ്റ്റോറിക്കൽ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് മറ്റെല്ലാ സബ്ജക്റ്റിനും, ജിയോഗ്രഫി ആയിക്കോട്ടെ, ഇന്ത്യൻ സൊസൈറ്റി ആയിക്കോട്ടെ, സയൻസ് ആൻഡ് ടെക്നോളജി ആയിക്കോട്ടെ, എക്കണോമി ആയിക്കോട്ടെ, ഇന്ത്യൻ പൊളിറ്റി ആയിക്കോട്ടെ, ഇതിനെല്ലാം ന്യൂ NCERT തന്നെയാണ് റെഫർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ ഓൾഡ് വേഴ്സ് ന്യൂ ഡിസ്കഷൻ വരുന്നത് ആക്ച്വലി നമ്മളുടെ ഹിസ്റ്റോറിക്കൽ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഹിസ്റ്റോറിക്കൽ സബ്ജക്റ്റിൽ തന്നെ ആൻഷ്യൻ്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ ഇവയ്ക്കാണ് വരുന്നത്. മോഡേൺ ഇന്ത്യക്ക് നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ബുക്കാണ് യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓൾഡ് NCERT പഠിക്കണോ ന്യൂ NCERT പഠിക്കണോ എന്നുള്ള ഡിസ്പ്യൂട്ടിൽ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ന്യൂ NCERT ആണ്. അല്ലെങ്കിൽ ലേണേഴ്സ് പറയുന്നത് ന്യൂ NCERT പ്രിഫർ ചെയ്യാനാണ്. കാരണം നമ്മൾ ഓൾഡ് NCERT ആകുമ്പോൾ ഒരുപാട് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സാഹചര്യം വരും. പക്ഷെ അത്രയൊന്നും ചോദ്യങ്ങൾ അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. 2, 3, 4 ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ തന്നെ അത്യാവശ്യം നമുക്ക് നമ്മളുടെ ന്യൂ NCERT പഠിച്ചാൽ കിട്ടും. അല്ലാതെ കിട്ടാത്ത ചോദ്യങ്ങൾ അത് നിങ്ങൾ ഓൾഡ് NCERT പഠിച്ചാലും കിട്ടില്ല, ന്യൂ NCERT പഠിച്ചാലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ന്യൂ NCERT ആണ്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള NCERT ആണ്.
ഈ പഴയ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഒരുപാട് കണ്ടന്റ് വരും. ഇപ്പോൾ ഈ ഒരു ഓൾഡ് ആൻഡ് ന്യൂ NCERT എന്നുള്ളത് ഹിസ്റ്റോറിക്കൽ സബ്ജക്റ്റിൻ്റെ മേലെ മാത്രമാണ് ഓർത്ത് വെക്കേണ്ടതിന്. ആൻഷ്യൻ ആൻഡ് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മേലെ മാത്രമാണ്. മറ്റെല്ലാ വിഷയങ്ങൾക്കും നമ്മൾ ന്യൂ NCERT തന്നെയാണ് കവർ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ സമയമെടുത്ത് കൂടുതൽ കണ്ടന്റ് പഠിച്ച് മെഡീവൽ ഇന്ത്യയും ആൻഷ്യൻ്റ് ഇന്ത്യയും ഓൾഡ് NCERT പഠിക്കണോ, നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ന്യൂ NCERT പഠിക്കണോ, ന്യൂ NCERTയിൽ കണ്ടന്റ് കുറവാണ്, നമുക്ക് അത്യാവശ്യം റിലവൻ്റ് ആയിട്ടുള്ള ഏരിയ വന്നിട്ട് കഴിഞ്ഞ വർഷമൊക്കെ 2023 പ്രിലിംസിനൊക്കെ ന്യൂ NCERT എന്നുള്ള ചോദ്യങ്ങളെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ നിങ്ങളുടെ ഒരു ചോയ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഏതായാലും നഷ്ടം ഒന്നുമില്ല, കുറച്ച് കണ്ടന്റ് അധികം പഠിക്കാനുണ്ടാവും എന്നുള്ളൊരു ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഓൾഡ് വേഴ്സ് ന്യൂ NCERT ഡൗട്ട് ഇതോടെ ക്ലിയർ ആയിട്ടുണ്ടാവും ആണ് വിചാരിക്കുന്നതായിട്ടുള്ളത്. ഇനി ഇൻ കേസ് ഞാൻ NCERT പഠിക്കുന്നില്ല, ഞാൻ നേരെ സ്റ്റാൻഡേർഡ് ബുക്കുകളിലേക്കും ക്ലാസ്സുകളിലേക്കും ഒക്കെ പോവാണ്, അതിൻ്റെ അനുസരിച്ച് തന്നെയാണ് ഞാൻ പഠിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് NCERT പഠിക്കണം UPSC സിവിൽ സർവീസ് എക്സാമിന്, ഇതെല്ലാവരുടെ മനസ്സിലുണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും അവസാനം നിങ്ങൾക്ക് തോന്നും, അയ്യോ ഞാൻ NCERT പഠിച്ചില്ലല്ലോ, അത് പഠിക്കാത്തതൊരു കുഴപ്പമായി പോവോ, അത് പഠിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അതായത് നിങ്ങൾക്കൊരു റെഗ്രറ്റും ഒരു കൺഫ്യൂഷനും വരും. NCERT പഠിക്കേണ്ടതായിരുന്നു, ഞാൻ പഠിച്ചില്ലല്ലോ, അതെന്നെ തോൽപ്പിക്കുമോ എന്നുള്ള ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിൽക്കും. അപ്പോൾ ഈ ഒരു സംശയമാണ് ഒരു പ്രധാനപ്പെട്ട ചാലഞ്ച് ആയിട്ടുള്ളത്. രണ്ടാമത്തത് ഒരു ഇൻകംപ്ലീറ്റ് ഫീൽനെസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ എല്ലാം പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് തോന്നും, അയ്യോ ഞാൻ NCERT പഠിച്ചിട്ടില്ല, അത് ഒരു ഇൻകംപ്ലീറ്റ്നെസ് അല്ലേ, ഞാൻ പൂർണ്ണമായിട്ടും പഠിച്ചില്ലല്ലോ, എല്ലാവരും NCERT പഠിക്കുന്നതല്ലേ, എല്ലാവരും NCERTയിലല്ലേ തുടങ്ങുന്നത്, അപ്പോൾ ഞാൻ മാത്രം NCERT പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ പിറകോട്ടായിപ്പോ, ഈ ഒരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങൾ. നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുമായിരിക്കും. നിങ്ങൾ സബ്ജക്റ്റ് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് സബ്ജക്റ്റ് നന്നായിട്ട് അറിയാമെങ്കിൽ പോലും ഈ രണ്ട് കാര്യങ്ങളായിരിക്കും NCERTയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ടാവുക. മൂന്നാമത്തത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ചില സബ്ജക്റ്റുകളിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും. ഏതൊക്കെയാ സബ്ജക്റ്റ്? ഹിസ്റ്ററിയിൽ നിന്ന് NCERTയിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ജിയോഗ്രഫിയിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിലെ പൊളിറ്റിക്കൽ തിയറിയിൽ നിന്ന് വരുന്നുണ്ട്, ആ ഒറ്റ ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ എക്കണോമിയൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടാണ്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട്, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. മറ്റ് സബ്ജക്റ്റുകളിൽ നമുക്ക് കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ബുക്കുകളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളെ കാണുക. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റുകൾക്ക് ജിയോഗ്രഫി നമ്മൾ അത് തന്നെയാണ് സ്റ്റാൻഡേർഡ് ബുക്കായിട്ട് എടുക്കുന്നത്, ഹിസ്റ്ററി നമ്മൾ അത് തന്നെയാണ് സ്റ്റാൻഡേർഡ് ബുക്കായിട്ട് എടുക്കുന്നത്, അതിൽ നിന്നൊക്കെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് സബ്ജക്റ്റുകളിൽ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആക്ച്വലി ചെക്ക് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ NCERT സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൻ്റെ അകത്ത് ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ മിസ്സാവും. ഓർത്ത് വെക്കേണ്ട കാര്യം, ഇത് ലേണേഴ്സിൻ്റെ സ്ട്രാറ്റജി വെച്ചാൽ പഠിക്കുന്നെങ്കിൽ ഈ NCERT കവർ ചെയ്തില്ലെങ്കിലും ഇത് മിസ്സാവില്ല. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ടെക്സ്റ്റ് ബുക്കുകൾക്ക് സബ്ജക്റ്റുകൾക്ക് നമ്മൾ NCERT തന്നെയാണ് സ്റ്റാൻഡേർഡ് ബുക്കായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ലോകം ഇടിഞ്ഞു പോവോ, നിങ്ങൾ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യാത്തൊരവസ്ഥയോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. ഈ കൺഫ്യൂഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പിറകോട്ട് വലിക്കാം, അല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഓർത്ത് വെക്കണമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ആശയങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് UPSCയുടെ ക്വസ്റ്റ്യൻസ് പ്രിലിംസിൻ്റെ ആയിക്കോട്ടെ മെയിൻസിൻ്റെ ആയിക്കോട്ടെ ആ നോളജ് വെച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഈ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ളത്. നിങ്ങൾക്ക് ബേസിക്സ് വേണമെങ്കിൽ മാത്രം NCERT കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ NCERT കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നിങ്ങൾ NCERT കവർ ചെയ്യാത്ത അതേ അവസ്ഥയിൽ തന്നെയായിരിക്കും നിങ്ങളുടെ എഫക്റ്റ് ഉണ്ടാവുക. ശ്രദ്ധിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ് വൈസ് പോകരുത്. അതായത് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം ആദ്യം പഠിക്കുക, പിന്നെ 7ാം ക്ലാസ് പഠിക്കുക. നിങ്ങൾ 6ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിനോ 7ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിനോ വേണ്ടിയിട്ടല്ല ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലല്ലോ. നിങ്ങൾ സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി ആ സബ്ജക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുക, എന്നിട്ട് 6ാം ക്ലാസ്, ഇപ്പോൾ ഇന്ത്യൻ പൊളിറ്റി ആണെങ്കിൽ 6ാം ക്ലാസ്സിലെ NCERT പഠിക്കുക, പിന്നെ 7ാം ക്ലാസ്സിലെ പഠിക്കുക, 8ാം ക്ലാസ്സിലെ പഠിക്കുക, അങ്ങനെ NCERT പോവുക. ഒരു സബ്ജക്റ്റ് വൈസ് ആയിട്ട് NCERT കവർ ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ക്ലാസ് വൈസ് കവർ ചെയ്യാൻ ശ്രമിക്കരുത്, ഏറ്റവും വലിയ മണ്ടത്തരമായിട്ട് മാറും, അത് നിങ്ങളുടെ സമയം മൊത്തം പോകും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCERTയിൽ നിന്ന് നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്തെടുക്കുക. NCERT അതേപോലെ പകർത്തി എഴുതാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു NCERT ടെക്സ്റ്റ് ബുക്ക് എഴുതുന്ന അവസ്ഥയായിപ്പോൾ. അങ്ങനെയല്ല, വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ക്വിക്കായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയഗ്രാം പോലെയൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാരണം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി NCERT അവൈലബിൾ ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത നോട്ട് നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് NCERT പോയിട്ട് ജസ്റ്റ് ഒന്ന്
ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വരാൻ വേണ്ടി പറ്റും. അപ്പോൾ വളരെ ക്രിസ്പായിട്ട് നോട്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അണ്ടർലൈൻ ചെയ്തിട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടോ ഒന്നും പോകരുത്. കൃത്യമായിട്ടുള്ള നോട്ട് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ടെന്നാണ്. മൂന്നാമത്താണ് ടൈം നന്നായിട്ട് മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം NCERT ബുക്കുകൾ വായിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കി വായിക്കുക, ആവശ്യത്തിനുള്ള നോട്ടുകൾ തയ്യാറാക്കുക, എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ടൈമിനെ മാനേജ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. ഇല്ലെങ്കിൽ NCERT വായിച്ച് തന്നെ നിങ്ങളുടെ 6 മാസം 7 മാസം അങ്ങ് പോയി കിട്ടും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഉള്ള കോൺഫിഡൻസും കൂടെ പോകും. ഇനി സ്റ്റാൻഡേർഡ് ബുക്കും കൂടെ വായിക്കണം, അപ്പോൾ നിങ്ങൾക്ക് ഉള്ള കോൺഫിഡൻസും കൂടെ അങ്ങ് പോകും. അല്ലെങ്കിൽ UPSC പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 2-3 വർഷത്തെ ഒരു യാത്രയായി അല്ലെങ്കിൽ ഒരു ജേണി ആയിട്ട് മാറുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും അത് ഭയങ്കര മടുപ്പിക്കുന്ന ഒരു ജേണി ആയി മാറും, നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ സാധ്യത കൂടാണ്. അതുകൊണ്ട് ടൈമിനെ മാനേജ് ചെയ്യുക എന്നുള്ള മൂന്നാമത്തെ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു NCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്യണം, ഈ ടെക്സ്റ്റ് ബുക്ക് 140 പേജ് ഉണ്ട്, അപ്പോൾ ഒരു ദിവസം ഞാൻ 5 പേജ് വെച്ചിട്ട് ഇത്ര ദിവസം കൊണ്ട് അത് പഠിച്ചു തരും. അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ 15 പേജ് വെച്ച് പഠിച്ചിട്ട് ഇത്ര ദിവസം 10 ദിവസം കൊണ്ട് ഇത് പഠിച്ചു തീർക്കും എന്ന് തീരുമാനിച്ചിട്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നിങ്ങളൊരു ഡെഡ് ലൈൻ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യമായിട്ടുള്ളത്. ഈ 3 ആശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്, പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ UPSC പ്രിപ്പറേഷനും അതിൻ്റെ NCERTനെയും കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ ഈ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ്സുകൾക്ക് പോയി കഴിഞ്ഞാൽ അവർ NCERT വായിക്കണം എന്ന് പറയും, എന്നിട്ട് അവർ അപ്പുറത്തും ക്ലാസ് എടുക്കും. അല്ലെങ്കിൽ ലേണേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ NCERT എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കവർ ചെയ്യുന്നൊന്നുമില്ല, നമ്മൾ നേരെ ഇന്ത്യൻ എക്കണോമിയുടെ ക്ലാസ് അല്ലെങ്കിൽ പൊളിറ്റിയുടെ ക്ലാസ്സിലേക്കാണ് വന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഈ ഒരു ആശയങ്ങളെ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പം നമ്മളുടെ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉദ്ദേശം അല്ലെങ്കിൽ നമ്മളുടെ ക്ലാസ്സുകൾ എടുക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്താ, ഇന്ത്യൻ എക്കണോമി മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. അപ്പം നിങ്ങൾ ബേസിക്സ് ഇല്ലാതെയാണ് ഒരാൾ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് സ്റ്റാൻഡേർഡ് ബുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക്സ് ഉണ്ടാക്കുക, അയാൾക്ക് സ്റ്റാൻഡേർഡ് ബുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ബേസിക്സ് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്സ് എന്നുള്ള ബേസിക്കുകൾ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ബുക്കിൽ നിന്നുള്ള ബേസിക് കണ്ടന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സ്ക്രാച്ച് എന്ന് പഠിക്കുന്ന ഒരാൾ, അതായത് ഇന്ത്യൻ എക്കണോമി പഠിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ എക്കണോമിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണെന്ന് അസംഷനിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബേസിക്സ് മുതൽ കവർ ചെയ്യും. ഇന്ത്യൻ പൊളിറ്റി ആയാലും അതുപോലെ തന്നെ ബേസിക്സ് മുതൽ കവർ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ വന്ന് പഠിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ NCERT സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി NCERT കവർ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി സ്റ്റാൻഡേർഡ് ബുക്കുകൾ കവർ ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ വരുന്നത്. അതുകൊണ്ടാണ് ലേണേഴ്സിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലേണേഴ്സിൻ്റെ നോട്ടുകൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്. അതായത് നമ്മൾ NCERTസും സ്റ്റാൻഡേർഡ് ബുക്കും കൂടെ ഒന്നിച്ച് കവർ ചെയ്തുകൊണ്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും പോർഷനിൽ നിങ്ങളോട് വായിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടണം. ഓരോ ക്ലാസ്സിൻ്റെയും റെഫറൻസ് സോഴ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് പറയും. NCERTയിൽ ഇന്ന ചാപ്റ്ററാണ്, സ്റ്റാൻഡേർഡ് ബുക്കിലെ ഇന്ന് ചാപ്റ്റർ ആണെന്ന് ക്ലാസ്സിൻ്റെ ആദ്യം തന്നെ നിങ്ങളോട് പറയും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഐഡിയ വരും, NCERTയിൽ ഇന്ന ചാപ്റ്ററും ഇതും കവേർഡായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് വായിക്കുന്നത്, അത് കവേർഡ് ആയിട്ടുണ്ട്, ക്ലാസ്സിൽ കൃത്യമായിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ലേണേഴ്സിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും അവസാനം നിങ്ങൾക്കൊരു സംശയം തോന്നിപ്പോകും, അല്ല ഞാൻ ക്ലാസ് മാത്രമല്ലേ കണ്ടുള്ളൂ, NCERT പഠിച്ചില്ലല്ലോ എന്ന്. പക്ഷേ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ആ ക്ലാസ് കണ്ടതിന് ശേഷം NCERT ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഈ ക്ലാസ്സിൽ ഈ NCERT ഉള്ളതെല്ലാം ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ പഠിച്ചല്ലോ എന്നുള്ളൊരു ഫീൽ വരും. പിന്നെ നിങ്ങൾക്ക് NCERT പഠിച്ചില്ല എന്നുള്ള ഒരു പ്രശ്നം വരില്ല എന്നോർത്ത് വെക്കേണ്ടതാണ്. കൂടാതെ നമ്മൾ ഈ നോട്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞു, ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്, എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അത് ആ ഒരു പ്രശ്നത്തിന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള നോട്ടുകൾ, സമ്മറി നോട്ടുകൾ പ്രിന്റഡ് ആയിട്ട് സ്പൈറൽ ബൈൻഡിങ്ങിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ പ്രിന്റ് എടുക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രിന്റഡ് നോട്ട്സ് അവൈലബിൾ ആണെങ്കിൽ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് അതിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി വരും. വളരെ ക്രിസ്പായിട്ടുള്ള ബുക്കുകളായിട്ട് കിട്ടും. സ്വാഭാവികമായിട്ടും ഒരുപാട് കണ്ടന്റ് ഒന്നുമില്ല, ക്ലാസ്സിൽ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അറിയാത്ത കാര്യവും നിങ്ങൾക്ക് അതിലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നോട്ട്സും അതിൻ്റെ കൂടെ അവൈലബിൾ ആയിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിങ്ങും കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുവഴി ക്ലിയർ ആയി പോകും. അപ്പം നിങ്ങൾ NCERT പഠിച്ചില്ല, ബേസിക്സ് ഇല്ല, ഈ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്ജക്റ്റ് കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുവരെ സബ്ജക്റ്റ് പഠിക്കാത്ത ഒരാളെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ക്ലാസ്സുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ടൈം സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും NCERTസും
സ്റ്റാൻഡേർഡ് ബുക്കുകൾ വീണ്ടും വായിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ലേണേഴ്സിൻ്റെ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ലേണേഴ്സ് ആക്ച്വലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇനിയും NCERT പഠിക്കണോ എന്നുള്ളൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. കാരണം NCERTs പഠിക്കേണ്ടതിന് ആവശ്യകതയെക്കുറിച്ച് പഠിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇൻ കേസ് പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ NCERT പഠിക്കേണ്ടത്, NCERTയുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. ഇൻ കേസ് NCERTയുമായി ബന്ധപ്പെട്ട് ഇനിയും എന്തെങ്കിലും ഡൗട്ട് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ലേണേഴ്സിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇന്ത്യൻ പൊളിറ്റി, ഇന്ത്യൻ എക്കണോമി, ജിയോഗ്രഫി, എൻവയോൺമെൻറ്റ് ഇക്കോളജി, ആൻഷ്യൻ ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, ആർട്ട് ആൻഡ് കൾച്ചർ, മോഡേൺ ഇന്ത്യ, ഇന്റർനാഷണൽ റിലേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി, CSAT, വേൾഡ് ഹിസ്റ്ററി, പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഒക്കെ അവൈലബിൾ ആണ്. ലേണേഴ്സിൻ്റെ അൺലിമിറ്റഡ് പ്രോഗ്രാമിൽ ഒരു മാസത്തേക്ക് 1200 രൂപ എന്നുള്ള രീതിയിൽ സബ്സ്ക്രിപ്ഷൻ മോഡലിൽ പഠിക്കാം. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, അതെടുത്തിട്ടും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓർത്ത് വെക്കുക, ബേസിക്സ് മുതലുള്ള ക്ലാസ്സുകളാണ്. ഡെമോ ക്ലാസ്സുകൾ കണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് തോന്നിയതിന് ശേഷം മാത്രം ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങളുടെ ടൈമിനെ ഒരുപാട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ ബേസിക്സിൽ നിങ്ങൾക്ക് കാര്യങ്ങളെ നോളജ് ഡെവലപ്പ് ചെയ്യാനും ഈ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലേണേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7306876902 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ NCERTയുമായി ബന്ധപ്പെട്ട സംശയങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് ഇനിയും പെൻഡിങ് ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അത് ഇമ്മീഡിയറ്റ്ലി കമൻറ്റിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം കമൻ്റായിട്ട് നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്.